ഹായ്, നമ്മുടെ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, 2 കണക്റ്റഡ് ചാപ്റ്റേഴ്സ് പഠിച്ചു. അതിനുശേഷം നമ്മുടെ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ എൻ്റെ മോളിക്കുലാർ ബേസിസ്, അത്രയും കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഇവല്യൂഷൻ. ഈ വാക്ക് നിങ്ങളിതിനു മുമ്പ് ഫെമിലിയർ ആയിരിക്കും. അതായത് ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ ഇവല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇവല്യൂഷൻ? എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? എങ്ങനെയാണ് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്തത്? ഇവല്യൂഷനിൽ എന്തൊക്കെയാണ് എവിഡൻസസ്? എന്തൊക്കെയാണ് മേജർ ഇവല്യൂഷണറി പ്രോസസ്സസ്? അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഇവോൾവ് എന്നാണ് അർത്ഥം. ടു ഇവോൾവ് എന്ന് പറഞ്ഞാൽ ടു ചേഞ്ച്. ശരിക്കും ഡാർവിൻ പറയുന്നത് ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻസ് എന്നാണ് പറയാം. ഡിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ, ഓരോ ജനറേഷനും മോഡിഫിക്കേഷനോട് കൂടി, അല്ലെങ്കിലും മെജോറിറ്റി കേസിലും നമ്മൾ ഇവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർമെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇവല്യൂഷൻ. അതായത് മോർ സൊഫിസ്റ്റിക്കേറ്റഡ്, മോർ ബെറ്റർ, ഇനിയും നല്ലത്, അങ്ങനെ നല്ല നല്ല ക്യാരക്ടേഴ്സിൻ്റെ ഒരു അക്കോമുലേഷനാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇവല്യൂഷൻ്റെ എടുത്ത് നോക്കിയാൽ അറിയാം, സിംപ്ലറിൽ നിന്ന് കോംപ്ലക്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ മെജോറിറ്റി ഓഫ് കേസസ്. അപ്പോൾ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടു ചേഞ്ച്, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ഗ്രാജുവൽ ആവാം, അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ ആവാം. എന്നാലും ഗ്രാജുവൽ ചേഞ്ചസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് വളരെ പതുക്കെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് വളരെയധികം ജനറേഷൻസ് എടുത്ത് ഉണ്ടാവുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഡയഗ്രാം പടങ്ങളൊക്കെയാണ് ഓർമ്മ വരിക. ഹ്യൂമൻ ബീങ്സ്, എയ്പ്സ്, അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെയാണ് ഓർമ്മ വരിക. പക്ഷേ ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തലത്തിലും ഇവല്യൂഷൻ ഉണ്ട്. അതായത് ബയോളജിക്കൽ ഇവല്യൂഷൻ മാത്രമല്ല, സ്റ്റെല്ലാർ ഇവല്യൂഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന നമ്മുടെ ഭൂമി ഇവോൾവ് ചെയ്ത് വന്നതാണ്. അതുപോലെ നമ്മൾ കാണുന്ന നമ്മുടെ സ്റ്റാർസ്, സോളാർ സിസ്റ്റം, ഇതിനൊക്കെ ഒരു ഇവല്യൂഷണറി ഹിസ്റ്ററി പറയാനുണ്ട്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പെട്ടെന്ന് എല്ലാം അങ്ങ് ഉണ്ടായി വന്നു, അങ്ങനെയല്ല. അത് ഗ്രാജുവലി ചേഞ്ച് ചെയ്താണ് ഇന്ന് കാണുന്ന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർസിൽ നിന്ന് വരുന്ന ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പാസ്റ്റിലേക്കുള്ള യാത്രയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇവല്യൂഷൻ. എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവല്യൂഷനിൽ പഠിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ പാസ്റ്റിൽ നിന്നൊരു കാര്യം കാണണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന പോലെ നിങ്ങൾ സ്റ്റാർസിലേക്ക് നോക്കുക. സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 കിലോമീറ്റേഴ്സ്, ട്രില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അകലെയാണ് നമ്മുടെ ഭൂമിയിൽ നിന്നും. അതിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വർഷങ്ങൾ മുമ്പ് ട്രാവൽ ചെയ്ത് തുടങ്ങിയ ലൈറ്റാണ്. അപ്പോൾ അത് പാസ്റ്റിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഭൂമി ഉണ്ടായത്, എങ്ങനെയാണ് ഈ കാണുന്ന സ്റ്റാർസൊക്കെ ഉണ്ടായത്, സ്റ്റെല്ലാർ എവല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. യൂണിവേഴ്സിൻ്റെ ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ടേണിംഗ് പോയിൻ്റാണ്, അല്ലെങ്കിൽ ഒരു യുണീക്ക് ഇവൻ്റാണ് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ജീവൻ്റെ ഉത്ഭവം. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റായിട്ടുള്ള ഒരു പ്രപഞ്ചം. ഇപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിൻ്റെ കുറിച്ചുള്ള സ്റ്റഡിയെ കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള സ്റ്റഡി വളരെ ചെറുതാണ്. അതായത് ഭൂമിയുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. യൂണിവേഴ്സിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ബില്യൺ ഇയേഴ്സ് പഴക്കമുള്ളതാണ് യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൽ ഇഷ്ടംപോലെ ഗാലക്സികളൊക്കെ ഉണ്ട്. അതിലൊരു ചെറിയ ഗാലക്സിയാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ ആയുസ് 4.5 ബില്യൺ ഇയേഴ്സാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, യൂണിവേഴ്സ് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡാണ്. അപ്പോൾ അതിലെ ഒരു ചെറിയ കമ്പോണൻ്റ് ആയിട്ടുള്ള ഭൂമി 4.5
ബില്യൺ ഇയേഴ്സേ അതിൻ്റെ ആയുസുള്ളൂ. ആദ്യം യൂണിവേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എവല്യൂഷനിൽ പഠിക്കാനുള്ളത്. കണ്ടോ, എവല്യൂഷൻ ഈസ് എൻ ഓർഡർലി ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഓർഡർലി ചേഞ്ചാണ് ഒരു ഫോമിൽ നിന്ന് അത് വേറൊരു ഫോമിലേക്ക്. ഇവല്യൂഷണറി ബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവനുള്ള സാധനങ്ങളുടെ കുറിച്ചുള്ള ഹിസ്റ്ററി, അവരുടെ ഹിസ്റ്ററി പഠിക്കുക, അവരെങ്ങനെ ഉണ്ടായി, എന്തിൽ നിന്നുണ്ടായി, അതാണ് ഇവല്യൂഷണറി ബയോളജി. ഇനി ഒറിജിൻ ഓഫ് ലൈഫ്. ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, അതിലാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. അപ്പോൾ ബിഗ് ബാങ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഒറിജിനേറ്റഡ് അബൌട്ട് 20 ബില്യൺ ഇയേഴ്സ് എഗോ ബൈ എ സിംഗുലർ ഹ്യൂജ് എക്സ്പ്ലോഷൻ. അതായത് ഈ കാണുന്ന യൂണിവേഴ്സ് ഉണ്ടായത് ഒരു എക്സ്പ്ലോഷൻ ആൻഡ് കോൺസിക്വൻറ്റ് എക്സ്പാൻഷനിലൂടെയാണ് എന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. പെട്ടെന്ന് കുറേ സബ്സ്റ്റൻസസ് അങ്ങ് എക്സ്പ്ലോഡ് ചെയ്തു, പൊട്ടിത്തെറിച്ചു. എന്നിട്ട് ആ എക്സ്പ്ലോഡ് ചെയ്ത സബ്സ്റ്റൻസ് അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് ഫിസിക്കൽ ടേംസിൽ ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പ്രപഞ്ചത്തിലെ ടെമ്പറേച്ചറൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. എക്സ്പ്ലോഷനല്ലേ, പൊട്ടിത്തെറിയല്ലേ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം പതുക്കെ ഹൈഡ്രജൻ, ഹീലിയം അതൊക്കെ ഉണ്ടായെന്ന് പറയും. ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ ഉണ്ടായി, ഗ്യാസസ്. പിന്നെ ഈ ഗ്യാസസ് കണ്ടൻസ് ചെയ്തു, ഗ്രാവിറ്റേഷൻ ഫോഴ്സൊക്കെ പതുക്കെ ഉണ്ടായി, ഗ്യാസസ് കണ്ടൻസ് ചെയ്തു. എന്നിട്ട് ഗാലക്സീസ് ഉണ്ടായി. ഈ ഗാലക്സിയിൽ ഞാൻ പറഞ്ഞു, ഗാലക്സിയിലെ മിൽക്കി വേ എന്ന് പറഞ്ഞ ഗാലക്സിയിലെ ഒരു സോളാർ സിസ്റ്റത്തിലെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് ഭൂമി. ഭൂമി ഉണ്ടായത് 4.5 ബില്യൺ ഇയേഴ്സ് ബാക്കാണ്. ഇൻ ദ പ്രിമിറ്റീവ് സ്റ്റേജ് ദർ വാസ് നോ അറ്റ്മോസ്ഫിയർ ഇൻ ദ എർത്ത്. എർത്തിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് മേജറായിട്ടുണ്ടായിരുന്ന എർത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ, മീഥെയിൻ, CH4, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അമോണിയ റിലീസ്ഡ് ഫ്രം മോൾട്ടൺ മാസ് കവേർഡ് ഓൺ ദ സർഫസ്. അപ്പോൾ ഈ ഭൂമിയുടെ സർഫസിൽ ഉണ്ടായിരുന്ന മോൾട്ടൺ മാസ്, മോൾട്ടൺ എന്ന് പറഞ്ഞ ഒരു സെമി ലിക്വിഡായിട്ടുള്ള ചൂട് കൊണ്ട് ഉരുകിയ ഒരു മോൾട്ടൺ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിലെ മോൾട്ടൺ മാസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈ പറയുന്ന ഗ്യാസസ്, ഈ പറയുന്ന കമ്പോണൻസ് ഗേഷ്യസ് രൂപത്തിലാണ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? വാട്ടർ വേപ്പർ. അതായത് വാട്ടർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഗേഷ്യസ് സ്റ്റേജിലാണ് എക്സിസ്റ്റ് ചെയ്യുക വാട്ടർ വേപ്പർ. മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, ഇതൊക്കെയാണ് പ്രിമിറ്റീവായിട്ടുള്ള എർത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ സണ്ണിൽ നിന്നുള്ള UV റേസ്, അത് ഈ വാട്ടർ ഉണ്ടായാലും വാട്ടറിനെ വേഗം സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറ്റും. ഓക്സിജൻ വീണ്ടും കമ്പൈൻ ചെയ്യും. ആരുമായിട്ട്? അവൈലബിൾ ആയിട്ടുള്ളത് മീഥെയിൻ, അമോണിയ ഒക്കെയാണ്. അവരുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വീണ്ടും ഉണ്ടാക്കും. ഈ ചെയിൻ ഓഫ് റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഗ്രാജുവലി ഓസോൺ എന്ന് പറയുന്ന ലെയർ ഉണ്ടായി. അപ്പോൾ ആ ഓസോൺ ലെയർ UV റേസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ തുടങ്ങി ഭൂമിയിലേക്ക് എത്തുന്നതിൽ നിന്ന്. അങ്ങനെ പതുക്കെ ടെമ്പറേച്ചർ കുറഞ്ഞു തുടങ്ങി. എന്നിട്ട് വാട്ടർ വേപ്പർ റെയിനായിട്ട് താഴേക്ക് വന്നു തുടങ്ങി. മക്കളെ ശ്രദ്ധിക്കുക, ഇനീഷ്യൽ സ്റ്റേറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, മീഥെയിൻ, അമോണിയ എന്നൊക്കെ പറയുന്ന കമ്പോണൻസ് ആസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്. അത് ഈ മോൾട്ടൺ ആയിട്ടുള്ള എർത്ത് സർഫസിലെ സബ്സ്റ്റൻസിൽ നിന്ന്, മോൾട്ടൺ എന്ന് പറഞ്ഞാൽ ഉരുകിയ, ആ എർത്ത് സർഫസിൽ ഉരുകിയ നല്ല ചൂടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഗ്യാസസ് ആയിരുന്നു ഈ പറയുന്ന മീഥെയിൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പറൊക്കെ. എന്നിട്ട് ഈ സൺ റേസിൽ നിന്ന് വന്ന UV റേസ് വാട്ടർ വേപ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ, ഓക്സിജനായിട്ട് മാറ്റും. ഓക്സിജൻ വീണ്ടും അമോണിയ, മീഥെയിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഈ പറയുന്ന വാട്ടറായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു, വാട്ടർ വേപ്പറൊക്കെ ആയിട്ട് മാറ്റും. കാർബൺ ഡൈ ഓക്സൈഡൊക്കെ റിലീസ് ചെയ്യും. ഈ ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഗ്രാജുവലി ഓക്സിജൻ റിലീസ് ചെയ്ത് അവസാനം O3 എന്ന് പറയുന്ന
ഓസോൺ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടായി. ആ ഓസോൺ ലെയർ UV റേസിനെ ഒരു പരിധി വരെ തടഞ്ഞു. അതാണല്ലോ ഓസോൺ ലെയറിൻ്റെ ഫങ്ഷൻ. അങ്ങനെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയാൻ പറ്റില്ല, എർത്തിൻ്റെ ടെമ്പറേച്ചർ ഗ്രാജ്വലി കുറഞ്ഞു വന്നു. ഓൾ ഓഫ് എ സഡൻ അല്ല, ഗ്രാജ്വലി കുറഞ്ഞു വന്നു. അപ്പോൾ പതുക്കെ വാട്ടർ വേപ്പർ എന്നുള്ള അവസ്ഥയിലിരുന്നത് വാട്ടർ എന്നുള്ള സ്റ്റേജിലേക്ക് എത്താൻ തുടങ്ങി. എന്നിട്ട് അത് മഴയായിട്ട് പെയ്യാൻ തുടങ്ങി. ഇനീഷ്യലി മഴയായിട്ട് പെയ്യുമ്പോൾ എർത്ത് സർഫസ് അപ്പോഴും നല്ല ചൂടായിട്ട് നിൽക്കുന്ന ഒരു ബേണിങ് ഫയർ പോലെ നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസാണ്, ഒരു ചൂടുള്ള സാധനമാണ്. നമ്മൾ ചൂടുള്ള ലോഹമൊക്കെ കാണുന്ന പോലെയാണ് എർത്ത് സർഫസ്. അപ്പോൾ ആദ്യമൊക്കെ ഇനീഷ്യലി വാട്ടർ വേപ്പർ താഴേക്ക് വന്നെങ്കിലും താഴെ എത്തുമ്പോഴത്തേക്ക് അതങ്ങ് ഇവാപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെയും മുകളിലേക്ക് തന്നെ പോകും. വീണ്ടും അത് കണ്ടൻസ് ചെയ്ത് റെയിനായിട്ട് താഴേക്ക് വരും. ഈ പ്രോസസ്സ് ഇങ്ങനെ കുറേ പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ പതുക്കെ എർത്ത് സർഫസിൻ്റെ ചൂട് കുറയാൻ തുടങ്ങി. ടെമ്പറേച്ചർ ഗ്രാജ്വലി ഗോസ് ഡൗൺ. അങ്ങനെ എർത്ത് സർഫസിലുള്ള ചെറിയ ചെറിയ കുഴികൾ അല്ലെങ്കിൽ ഡിപ്രഷൻസ് ഒക്കെ ഇല്ലേ, അതിലൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഗ്രാജ്വലി വലിയ വാട്ടർ ബോഡീസ് ഉണ്ടാവാൻ തുടങ്ങി. ഓഷ്യൻസ് പോലെയുള്ള വലിയ വാട്ടർ ബോഡീസ് ഉണ്ടായി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഒരു എന്താ പറയുക സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. ഗ്രാജ്വലി കുറയാൻ തുടങ്ങി, ഓഷ്യനൊക്കെ ഉണ്ടായി. എന്നിട്ട് പതുക്കെ ലൈഫ് എന്ന് പറയുന്ന ഒരു ലിവിങ് തിങ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പതുക്കെ മൂവ് ചെയ്യാം. ലൈഫ് അപ്പിയർഡ് ഓൾമോസ്റ്റ് 4 ബില്യൺ ഇയേഴ്സ് എഗോ. ആലോചിക്കൂ, എർത്ത് രൂപപ്പെട്ടത്, ഭൂമി രൂപപ്പെട്ടത് 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പാണ്. യൂണിവേഴ്സ്, പ്രപഞ്ചമുണ്ടായത് 20 ബില്യൺ ഇയേഴ്സ് മുമ്പാണ്. അതിലെ ലൈഫ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിൻറ്റ്. ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് അബൌട്ട് 4 ബില്യൺ ഇയേഴ്സ് എഗോ. ഇങ്ങനെയൊക്കെയാണ് ഇനീഷ്യൽ എർത്തിൻ്റെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ജീവൻ ഉണ്ടായത്. അത് വേറെ എവിടെന്നെങ്കിലും വന്നതാണോ, ഔട്ടർ സ്പേസിൽ നിന്ന് വേറെ ഏതെങ്കിലും പ്ലാനറ്റ്സിൽ നിന്ന് വന്നതാണോ, അതെങ്ങനെയാണ് ഫസ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത്, എന്താണ് അതിന് കാരണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതിന് കുറേ തിയറീസ് വരുന്നുണ്ട്. ആ തിയറീസാണ് എബയോജനസിസ്, അതായത് ഒറിജിൻ ഓഫ് ലൈഫ്, ജീവൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ തിയറീസ് ഉണ്ട്. ഡിഫറെൻറ്റ് തിയറീസ് വിച്ച് എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. ദേ ആർ തിയറി ഓഫ് അബയോജനസിസ്, തിയറി ഓഫ് ബയോജനസിസ്, തിയറി ഓഫ് പാൻസ്പെർമിയ, തിയറി ഓഫ് ക്രിയേഷനിസം അല്ലെങ്കിൽ സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറയും, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഇത്രയും തിയറിയെക്കുറിച്ചാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉള്ളത്. ഈ പറയുന്ന പേരുകളൊന്നും ഉണ്ടാവണമെന്നില്ല, അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കണം. തിയറി ഓഫ് അബയോജനസിസ്, ബയോജനസിസ്, പാൻസ്പെർമിയ, ക്രിയേഷനിസം, കെമിക്കൽ എവല്യൂഷൻ. ഇത്രയും തിയറിയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, എബയോജനസിസ് ഓർ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ആ വാക്കിൽ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബയോളജിക്കൽ ടേംസ് ആർ സെൽഫ് എക്സ്പ്ലനേറ്ററി. സോ എബയോജനസിസ് എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെയുണ്ട് വാട്ട് ഇറ്റ് മീൻസ്. എബയോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഒറിജിനേറ്റ് ഫ്രം നോൺ ലിവിങ് തിങ്സ്. ജനസിസ് മീൻസ് ഫോർമേഷൻ. എബയോ ജീവനില്ലാത്ത, എ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം, ആബ്സെൻറ്റ്. അതായത് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം എബയോട്ടിക് ഓർ തിങ്സ്, സബ്സ്റ്റൻസസ്. ലിവിങ് ആയിട്ടുള്ള അല്ലാത്ത നോൺ ലിവിങ് സബ്സ്റ്റൻസിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യും. അതിനാണ് തിയറി ഓഫ് അബയോജനസിസ് എന്ന് പറയുന്നത്. ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. സ്പോണ്ടേനിയസ് മീൻസ് ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്നുണ്ടാവുന്നത്. അതായത് അക്കോർഡിംഗ് ടു ദിസ് തിയറി ലൈഫ് കെയിം ഔട്ട് ഓഫ് ഡീക്കേയിങ് ആൻഡ് റോട്ടിംഗ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ് എക്സെട്ര. അതായത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഡീക്കേ ചെയ്യുന്ന സബ്സ്റ്റൻസിൽ നിന്നാണ്. ഡീക്കേ ചെയ്യുക വെച്ചാൽ എന്താ, ചീഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്സ്റ്റൻസസ്, അഴുകുന്ന സബ്സ്റ്റൻസസ്. അതായത് സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോല്, മഡ്, ചെളി, അങ്ങനത്തെ സാധനത്തിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നാണ് ഈ തിയറി പറയുന്നത്, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ചില സയൻറ്റിസ്റ്റുകൾ അങ്ങനെയാണ് ബിലീവ് ചെയ്തിരുന്നത്, ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം നോൺ ലിവിങ് സബ്സ്റ്റൻസസ് സ്പോണ്ടേനിയസ്ലി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന, എന്നിട്ട് അവർ പറയുന്നത്
ഇൻസെക്ട്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഡീക്കേയിങ് ആയിട്ടുള്ള മീറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ എർത്ത് വോം ഒക്കെ മണ്ണിൽ നിന്നാണ്, പുഴു അതൊക്കെ മണ്ണിൽ നിന്നാണ്. ശരിക്കും അവരെന്താ ചെയ്തതെന്നറിയോ? ഈ പറയുന്ന സാധനങ്ങളൊക്കെ എവിടെയാണോ കാണുന്നത്, ഇപ്പോൾ എർത്ത് വോം ചെളിയിലും മണ്ണിലുമാണ് കാണുന്നത്. നമുക്കറിയാം ഡീക്കേ ആയിട്ടുള്ള മീറ്റിലൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടാകും. അതുപോലെ ഇൻസെക്ട്സ് ഒക്കെ റോട്ടിങ് സബ്സ്റ്റൻസിലാണ് കൂടുതലായിട്ട് കാണുക, അഴുകുന്ന സബ്സ്റ്റൻസിൽ. അപ്പോൾ എവിടെയാണോ ദർ അവൈലബിൾ അവിടെ നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് ആ തിയറി പറയുന്നത്. അതാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ എബയോജെനസിസ്. ദറ്റ് ഈസ് എ ഫസ്റ്റ് തിയറി. നെക്സ്റ്റ് വൺ ഇസ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്ന തിയറിയെ നിങ്ങൾ ടെക്സ്റ്റിലില്ല, ഒരു ചെറിയ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. പക്ഷേ ഇത് നമുക്ക് പഠിക്കാനുണ്ട്, ഒരു സെൻറ്റൻസ് അല്ല. സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്ന എബയോജെനസിസ് എന്ന് പറയുന്ന തിയറിയെ ലൂയി പാസ്റ്റർ ഡിസ്പ്രൂവ് ചെയ്തു. ഡിസ്പ്രൂവ് ചെയ്യാൻ വെച്ചാൽ എന്താ? തെറ്റാണെന്ന് തെളിയിച്ചു. അതെങ്ങനെയാണ് തെളിയിച്ചതെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്ന പ്രകാരം ഈ മീറ്റിൽ നിന്നൊക്കെ ഇൻസെക്ട്സ് അല്ലെങ്കിൽ പുഴുക്കളൊക്കെ വരുന്നു, അല്ല മഡിൽ നിന്നൊക്കെ എർത്ത് വോം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്നത്. അപ്പോൾ ആ തിയറി തെറ്റാണെന്ന് തെളിയിക്കുകയാണ് ലൂയി പാസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ലൂയി പാസ്റ്റർ, ലൈഫ് ഒറിജിനേറ്റ് ഓൺലി ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ലൈഫ് ഒറിജിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മുൻപ് തന്നെ നിലനിൽക്കുന്ന ഒരു ലൈഫ് ഫോമിൽ നിന്ന് മാത്രമേ പുതിയൊരു ജീവി ഉണ്ടായി വരുള്ളൂ എന്നാണ് ലൂയി പാസ്റ്റർ പറയുന്നത്. അതായത് എബയോട്ടിക്കലി ലൈഫ് ഇസ് നോട്ട് പോസിബിൾ. അദ്ദേഹം അതിന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ഷോഡ് ദാറ്റ് ലൈഫ് ഡിഡ് നോട്ട് കം ഫ്രം കിൽഡ് ഈസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്ക്, ബട്ട് ഇൻ എൻ ഓപ്പൺ ഫ്ലാസ്ക് ലൈഫ് ഓർ മൈക്രോബ്സ് അപ്പിയേർഡ്. അതായത് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്രിയൻ സൊല്യൂഷൻ എടുത്തു. ന്യൂട്രിയൻ സൊല്യൂഷൻ എടുത്തിട്ട് ന്യൂട്രിയൻ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് ഈ ഫ്ലാസ്കിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? ഈ ഫ്ലാസ്കിൽ ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ എടുത്തു. ആ ഫ്ലാസ്കിൽ അതുപോലെ ഈസ്റ്റും ഉണ്ടായിരുന്നു. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് സബ്സ്റ്റൻസ് ആണ്, നമുക്കറിയാം. ഫംഗസ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിനെയും ന്യൂട്രിയൻ മാറ്ററിനെയും കൂടെ എടുത്ത് തിളപ്പിച്ചു. അപ്പോൾ ആ ഫ്ലാസ്കിൻ്റെ പ്രത്യേകത, അതിൻ്റെ കഴുത്ത് നോക്കിയേ, അതൊരു സ്വാൻ നെക്ഡ് ആയിട്ടുള്ള ഫ്ലാസ്ക്കാണ്. സ്വാൻ നെക്ഡ്, അതായത് നമ്മുടെ അരയന്നത്തിൻ്റെ കഴുത്ത് പോലത്തെ കഴുത്തുള്ള ഒരു ഫ്ലാസ്ക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ന്യൂട്രിയൻ മെറ്റീരിയൽ അലോങ് വിത്ത് ദ ഈസ്റ്റ് ഇസ് ബോയിൽഡ്. എന്നിട്ട് അതിനെ തിളപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് കുറച്ച് ദിവസം അങ്ങനെ തന്നെ വയ്ക്കും, വെയിറ്റ് ചെയ്യും. പിന്നീട് നോക്കും അതിനകത്ത് വല്ല ലിവിങ് ഓർഗാനിസംസ് ഉണ്ടോ. അപ്പോൾ അതിനകത്ത് ലിവിങ് ഓർഗാനിസംസ് ഒന്നും ഇല്ല, നോ ഗ്രോത്ത്, അതാണ് കാണിക്കുന്നത്. കാണണ്ടോ? പക്ഷേ ഇതേ എക്സ്പെരിമെൻറ്റ് അദ്ദേഹം ഇതേപോലത്തെ, അതായത് ഈസ്റ്റും ന്യൂട്രിയൻ മീഡിയയും കൂടി ബോയിൽ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ സ്വാൻ നെക്ക് അതിനെ റിമൂവ് ചെയ്തു. അതായത് ആ വളഞ്ഞിരിക്കുന്ന ആ ട്യൂബ്, കഴുത്ത്, അതിനെ റിമൂവ് ചെയ്തു. എന്നിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് കണ്ടു. എന്തുകൊണ്ടത് സംഭവിച്ചേ? ഇപ്പോൾ ഇഫ് ലൈഫ് ഒറിജിനേറ്റ് ഫ്രം നോൺ ലിവിങ് മാറ്റർ, ലൈഫ് നോൺ ലിവിങ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുവിൽ നിന്നുണ്ടാവും എന്ന തിയറി ശരിയാണെങ്കിൽ 2 ഫ്ലാസ്കിലും മൈക്രോബിയൽ ഗ്രോത്ത് കാണണം, വേണ്ടേ? 2 ഫ്ലാസ്ക് ഒരേപോലത്തെ അല്ലേ? സെയിം മിക്സ്ചറാണ് തിളപ്പിക്കുന്നത്. വ്യത്യാസം, ഒന്നിൻ്റെ കഴുത്ത് സ്വാൻ നെക്ക് പോലെ ഇരിക്കുന്നു, മറ്റേതിൽ ആ സ്വാൻ നെക്ക് റിമൂവ് ചെയ്തു, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ നോൺ ലിവിങ് മാറ്ററിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ 2 ഫ്ലാസ്കിലും എന്ത് കാണണം? ജീവൻ്റെ പ്രസൻസ് കാണണം. പക്ഷേ സ്വാൻ നെക്ക് ഫ്ലാസ്കിൽ നോ മൈക്രോബിയൽ ഗ്രോത്ത് ഇസ് ഒബ്സർവ്ഡ്. ഇനിയാണ് വാട്ട് ഈസ് ദ റീസൺ എന്ന് നോക്കുന്നത്. അതായത് ഇൻ സ്വാൻ നെക്ഡ് ഫ്ലാസ്കിനെ സംബന്ധിച്ചോളം നമ്മൾ ഹീറ്റ് ചെയ്യില്ലേ, ബോയിൽ ചെയ്യുമ്പോൾ അവിടെ നീരാവി ഉണ്ടാവുമല്ലോ. ആ നീരാവി വന്ന് ഈ കഴുത്തിൽ, ഈ സ്വാൻ നെക്ക് അതിൻ്റെ ആ വളവിൽ, കർവേച്ചറിൽ വന്ന് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഒരു ജീവിക്കും ഈ ഓപ്പണിംഗ് വഴി
ഒരു ജീവിക്കും ഈ പറയുന്ന ഓപ്പണിംഗ് വഴി, അതായത് പീസ് വാൻ നെക്ക് ഫ്ലാസ്കിന് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഓപ്പണിംഗ് വഴി ഉള്ളിലേക്ക് ഒരു ജീവിക്കും കടക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ജീവി എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആയിരുന്നു. അത് നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ബോയിൽ ചെയ്തപ്പോൾ അത് നശിച്ചും പോയി. അപ്പോൾ അവിടെ ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. അതേസമയം രണ്ടാമത്തെ കേസിൽ ഈ സ്വാൻ നെക്ക് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ അങ്ങ് റിമൂവ് ചെയ്യാണ്, എന്നിട്ട് അത് തുറന്നാണ് വയ്ക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? പുറത്തുനിന്നുള്ള ലിവിങ് ആയിട്ടുള്ള ജീവികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന് മുട്ടയിടാം, അല്ലെങ്കിൽ ഉള്ളിൽ വന്ന് മൈക്രോബിയൽ ഗ്രോത്ത് നടത്താം, റീപ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈക്രോബിയൽ ഗ്രോത്ത് കാണും, ഇവിടെ കാണില്ല. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ലൈഫ് ഒറിജിനേറ്റ് ഓൺലി ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് മാറ്റർ. ഒരു പ്രീ എക്സിസ്റ്റിംഗ് മാറ്ററിൽ നിന്ന് മാത്രമേ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുള്ളൂ. ഇപ്പം നോൺ ലിവിങ് മാറ്ററിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുമെങ്കിൽ അങ്ങനെ ആ തിയറിയാണ് എബയോജനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ 2 ഫ്ലാസ്കിലും ഒരു ജീവൻ്റെ അംശം കാണണമായിരുന്നു. അത് കാണുന്നില്ല. ഓക്കെ. അപ്പോൾ ലൂയി പാസ്റ്റർ ഇസ് എ സയൻറ്റിസ്റ്റ് ഹു ഡിസ്പ്രൂവ്ഡ് എബയോജനസിസ് തിയറി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത തിയറിയാണ് തിയറി ഓഫ് ബയോജനസിസ്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ്കോ റെഡ്ഡി, സ്പാലസാനി ആൻഡ് ലൂയി പാസ്റ്റർ. നേരെ ഓപ്പോസിറ്റ്, എബയോജനസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബയോജനസിസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റ്സ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോമിൽ നിന്ന് മാത്രമേ പുതിയ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുള്ളൂ. നോക്കിയേ, ഈ പറയുന്നതാണ് സയൻറ്റിസ്റ്റുകൾ, ഫ്രാൻസിസ്കോ റെഡ്ഡി, സ്പാലസാനി ആൻഡ് ലൂയി പാസ്റ്റർ. ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്ന ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്ന് കോഴി മുട്ടയിടുന്നു, ഒരു സീഡിൽ നിന്ന് ഒരു പുതിയ ചെടി ജെർമിനേറ്റ് ചെയ്യുന്നു, പാരൻസ് കുട്ടി ഉണ്ടാവുന്നു, സിംഹം അതിൻ്റെ യങ് വൺ, അതിൻ്റെ കബ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചിരിക്കുന്ന ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ്. പക്ഷേ ഇവർക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്, ബട്ട് ഹൗ ദ ഫസ്റ്റ് ലൈഫ് ഫോം ഒറിജിനേറ്റഡ്, എങ്ങനെയാണ് ആദ്യത്തെ ലൈഫ് ഫോം ഒറിജിനേറ്റ് ചെയ്തത്, അത് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരു ജീവി ഉണ്ടായി അതിൻ്റെ ആൻസസ്ട്രിയിൽ നിന്ന്, അതതിൻ്റെ ആൻസസ്ട്രിയിൽ നിന്ന്, അതിൻ്റെ ആൻസസ്ട്രിയിൽ നിന്ന്, അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് ട്രേസ് ചെയ്ത് പോയാൽ ഫസ്റ്റ് ലിവിങ് ഫോം എവിടെ നിന്നുണ്ടായി എന്നുള്ള ക്വസ്റ്റിന് ആൻസർ ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതാണ് തിയറി ഓഫ് ബയോജനസിൻ്റെ ഒരു ഡ്രോബാക്ക്. ഇനി അടുത്ത തിയറിയാണ് കോസ്മിക് തിയറി. എന്നാലും അക്സെപ്റ്റഡ് തിയറി ഓഫ് ബയോജനസിസ് ആണ് കേട്ടോ. ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. എബയോജനസിസ് ഒക്കെ ഡിസ്പ്രൂവ് ചെയ്തു, എബയോജനസിസ് ശരിയെല്ലാം തെളിയിച്ചു ലൂയി പാസ്റ്റർ. അടുത്തതാണ് കോസ്മിക് തിയറി, അല്ലെങ്കിൽ തിയറി ഓഫ് പാൻസ്പെർമിയ എന്ന് പറയും. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ യൂണിറ്റ്സ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർസ് were transferred to different planets including the earth. അപ്പോൾ വേറെ ഏതോ ഒരു സ്പേസിൽ എവിടുന്നോ യൂണിറ്റ്സ് ഓഫ് ലൈഫ്, അതായത് ലൈഫ് ഫോംസ് സ്പോർ രൂപത്തിൽ, സ്പോർ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറലി ഇനാക്റ്റീവ് സ്റ്റേജാണ് സ്പോർ. വെൻ ദ കണ്ടീഷൻ ബിക്കം ഫേവറബിൾ ഇറ്റ് ജെർമിനേറ്റ്സ് ടു ഫോം എ ഓർഗാനിസം. ഒരു താൽക്കാലികമായി എന്താ പറയുക, ജെർമിനേറ്റ് ചെയ്യാത്ത, പുതിയ ജീവിയായി മാറാത്ത ഒരു സ്ട്രക്ചറാണ് സ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പോറിൻ്റെ രൂപത്തിൽ പല പ്ലാനറ്റ്സിലേക്കും ലൈഫ് ഫോംസിനെ എത്തിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ ജെർമിനേറ്റ് ചെയ്ത ജീവികളുണ്ടായി. അത് ഡിഫറെൻറ്റ് പ്ലാനറ്റ്സിലേക്ക് ഇൻക്ലൂഡിങ് എർത്ത്, ഭൂമി മാത്രമല്ല പല പ്ലാനറ്റ്സിലേക്കും ഇങ്ങനെ അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനാണ് കോസ്മിക് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് പാൻസ്പെർമിയ എന്ന് പറയുന്നത്. ഓക്കെ, പാക്കറ്റ്സ് ഓഫ് ലൈഫ്, ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് സ്പോർ രൂപത്തിൽ അയച്ചിട്ടുണ്ടെന്ന് ജീവൻ. അടുത്ത തിയറിയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് വാസ് ക്രിയേറ്റഡ് ബൈ സം സൂപ്പർ നാച്ചുറൽ പവർ ഓർ ഗോഡ്. അതായത് അത് കുറച്ചും കൂടി മതപരമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ട് പറയുന്ന ഒരു തിയറിയാണ്. ഈ കാണുന്ന എല്ലാ ജീവികളെയും, വെദർ ഇറ്റ് ഈസ് ലിവിങ്, എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ കമ്പോണൻസും, ജീവികളെന്ന് പറയാൻ പറ്റില്ല, കമ്പോണൻസും, വെദർ ഇറ്റ് ഈസ് ലിവിങ് ഓർ നോൺ ലിവിങ്, was created by supernatural power. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ഇന്ന് കാണുന്നത് പോലെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ചപ്പോഴും. അങ്ങനെയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ പറയുന്നത്. പക്ഷെ അതിനൊരു സോളിഡ് റീസൺ നമുക്ക് കൊടുക്കാനില്ല. അപ്പോൾ അതാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്ത തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. അത് പ്രപ്പോസ് ചെയ്തത് ഒപ്പാരൻ ആൻഡ് ഹാൽഡെയിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളാണ്. JBS ഹാൽഡെയിൻ ആൻഡ് AI ഒപ്പാരൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. ഇതാണ് ഒരു കൺവിൻസിങ് തിയറി. അതായത് ഇത്രയും തിയറി പറഞ്ഞതിൽ നമുക്ക് ആകെ തിയറി ഓഫ് ബയോജനസിസ് മാത്രമേ കൺവിൻസിങ് ആയിട്ടുള്ളൂ. അതായത് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ബട്ട് യെറ്റ് എ ക്വസ്റ്റ്യൻ അറൈസസ് ദാറ്റ് ഹൗ ഫസ്റ്റ് ലൈഫ് ഫോം ഇസ് ഒറിജിനേറ്റഡ്. എങ്ങനെയാണ് ആദ്യത്തെ ലൈഫ് ഫോം ഒറിജിനേറ്റ് ചെയ്തെന്നുള്ള ക്വസ്റ്റ്യൻ ബയോജനസിൽ അപ്പോഴും നിലനിൽക്കുന്നു. ബാക്കി തിയറിയൊക്കെ ഡിസ്കാർഡ് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ തിയറി ഓഫ് എബയോജനസിസ് ആയാലും സ്പെഷ്യൽ ക്രിയേഷൻ ആയാലും കോസ്മോസോയിക് അല്ലെങ്കിൽ പാൻസ്പെർമിയ തിയറി ആയാലും അതൊക്കെ ഡിസ്കാർഡ് ചെയ്യപ്പെട്ട തിയറികളാണ്. അടുത്തതാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. അത് അക്സെപ്റ്റഡ് തിയറിയാണ്, പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരൻ ആൻഡ് ഹാൽഡെയിൻ. It states that first form of life was originated from non-living inorganic and organic molecules such as methane, ammonia, water, sugars, protein, nucleic acid, etc. അത് പറയുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ലൈഫ് ഫോം ഒറിജിനേറ്റ് ചെയ്തത് ഇനോർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. ആദ്യത്തെ ലൈഫ് ഫോം ഒറിജിനേറ്റ് ചെയ്തത് ജീവനില്ലാത്ത സബ്സ്റ്റൻസുകളിൽ നിന്നാണ്. ആ സബ്സ്റ്റൻസുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് മീഥേൻ, അമോണിയ, വാട്ടർ, ഷുഗേഴ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പല പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായത്. അതായത് ആദ്യത്തെ ജീവൻ ഉത്ഭവിച്ചത് ജീവനില്ലാത്ത ഇതുപോലത്തെ സബ്സ്റ്റൻസുകളിൽ നിന്നാണ്. ബട്ട് ലേറ്റർ ഫ്രം ദ ഫസ്റ്റ് ലൈഫ് ഓൺവേർഡ്സ് ബയോജനസിസ് ഒക്കേഴ്സ്. ആ ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായി, അതിൽ നിന്ന് പിന്നീട് അങ്ങോട്ടെല്ലാം ബയോജനസിസ് ആണ്. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ് പുതിയ ജീവി ഉണ്ടായിക്കൊണ്ടേ ഇരുന്നത്. അതാണ് ഒരു സെൻറ്റൻസ് പറയുന്നത്. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. എബയോജനസിസ് ഫസ്റ്റ് ബട്ട് ബയോജനസിസ് എവർ സിൻസ്. അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായത് എബയോജനസിസിൽ നിന്നാണ്. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ് ആദ്യ ജീവൻ ഉത്ഭവിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ടെല്ലാം ബയോജനസിസ് ആണ് നടന്നിരിക്കുന്നത്. എവർ സിൻസ് എന്ന് പറഞ്ഞാൽ അത് തൊട്ട് ഇന്ന് വരെ എപ്പോഴും നടക്കുന്നത് ബയോജനസിസ് ആണ്. ആദ്യത്തെ ലൈഫ് ഫോം മാത്രം എബയോജനസിസ് വഴി ഉണ്ടായി. പിന്നീട് അങ്ങോട്ടെല്ലാം ആ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ് പുതിയ ലൈഫ് ഉണ്ടായിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എബയോജനസിസ് ഫസ്റ്റ് ബട്ട് ബയോജനസിസ് എവർ സിൻസ് എന്ന് പറയുന്നത്. ഈ കെമിക്കൽ എവല്യൂഷൻ തിയറിയെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തു. ആ സയൻറ്റിസ്റ്റാണ് ആ എക്സ്പെരിമെൻ്റാണ് യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഹെറോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ തിയറിയെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തു. അവർ ഈ പ്രിമിറ്റീവ് എർത്തിൻ്റെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞില്ലേ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, പിന്നെ വോൾക്കാനിക് സ്റ്റോംസ്, വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ ഉണ്ടാവും, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഫ്രീ ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഫ്രീ ആയിട്ടില്ല, O2 എന്നുള്ള കണ്ടീഷൻ ഇല്ലാത്ത അറ്റ്മോസ്ഫിയർ ആണ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ. അതുപോലെ മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ അതൊക്കെയാണ് ഇനീഷ്യൽ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്തിലുണ്ടായിരുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ഒക്കെയാണ്. അതുകൂടാണ്ട് ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിരുന്നു. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പ്രിമിറ്റീവ് എർത്തിൻ്റെ കണ്ടീഷൻസ് ചോദിക്കാറുണ്ട്. ഹൈ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോംസ്, അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവും, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ, ഫ്രീ ഓക്സിജൻ ഇല്ല, പിന്നെ മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ ഒക്കെയാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് അവർ ലാബിൽ റീക്രിയേറ്റ് ചെയ്തു. അതായത് വീണ്ടും ആ സെറ്റപ്പ് ലാബിൽ ഉണ്ടാക്കി. ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ആ ഒറിജിനൽ സെറ്റപ്പാണ്. ഇത് അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ആദ്യം ഒരു ഫ്ലാസ്ക് എടുത്തു, ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഫ്ലാസ്ക്. അതിൽ വാട്ടർ ഉണ്ട്. അത് എന്നിട്ട് ബോയിൽ ചെയ്തു. അപ്പോൾ വാട്ടർ വേപ്പർ ഉണ്ടായി വരും. ഈ വാട്ടർ വേപ്പർ ഒരു റൗണ്ടഡ് ഫ്ലാസ്കിൽ കൂടി കടത്തി വിടുകയാണ്. ആ റൗണ്ടഡ് ഫ്ലാസ്കിൽ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൻ്റെ പറയുന്നത് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് വാട്ടർ ബോയിൽ ചെയ്യിക്കുന്നതാണ് ഈ പറയുന്നത്.
പിന്നീട് ആ വാട്ടർ വേപ്പർ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും. വാട്ടർ വേപ്പർ സഞ്ചരിച്ച് ഒരു റൗണ്ടഡ് ഫ്ലാസ്കിലേക്ക് എത്തും. അവിടെ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കമ്പോണൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് അവിടെ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊരു ഹൈ ഇലക്ട്രിക് ചാർജ് അപ്ലൈ ചെയ്യാനാണ് ഇലക്ട്രോഡ് അപ്ലൈ ചെയ്യുന്നത്. അതായത് പ്രിമിറ്റീവ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എർത്തിൽ ഈ പറയുന്ന കമ്പോണൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ജോയിൻ ചെയ്തിരുന്നു. ആ ജോയിൻ ചെയ്യാൻ വേണ്ട എനർജി കിട്ടിയിരുന്നത് ഈ വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ ലൈറ്റ്നിങ്, തണ്ടർ സ്റ്റോംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് സിവിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ടാണ് ഈ പറയുന്ന കമ്പോണൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് പുതിയ മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ലാബിൽ നമുക്ക് അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ ലൈറ്റ്നിങ് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി അതിനെ സിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതാണ് ഹൈ ഇലക്ട്രിക് വോൾട്ട് കൊടുക്കുകയാണ്. ഒരു ഇലക്ട്രോഡ് വെച്ച് ഇലക്ട്രിക് കറൻറ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മളവിടെ ഇലക്ട്രോഡ് വച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വാട്ടർ വേപ്പർ ഈ റൗണ്ടഡ് ഫ്ലാസ്കിൽ വരും. വാട്ടർ വേപ്പർ റൗണ്ടഡ് ഫ്ലാസ്കിൽ വന്നു കഴിഞ്ഞാൽ അത് മീഥെയിൻ, അമോണിയ, ഹൈഡ്രജനുമായിട്ടൊക്കെ മിക്സ് ചെയ്യും. വാട്ടർ വേപ്പറാണല്ലോ. എന്നിട്ട് ഈ എന്താ പറയുക മിക്സ്ചർ ഓഫ് ഗ്യാസസിനെ കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് വാട്ടർ വേപ്പർ. കണ്ടൻസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലിരുന്ന സാധനം ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറും. അത് ദ്രാവകം, വെള്ളം പോലെയാവും. വെള്ളത്തിൽ ഈ പറയുന്ന കമ്പോണൻസ് എല്ലാം ഉണ്ട്. അത് കൂൾ ചെയ്യും. കണ്ടൻസ് ചെയ്യാന്ന് വെച്ചാൽ കൂൾ ചെയ്യാണ്. അത് കണ്ടൻസ് ചെയ്യും, കൂൾ ചെയ്യും. എന്നിട്ട് ഈ വാട്ടർ പതുക്കെ വീണ്ടും ബോയിൽ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ഈ പറയുന്ന ഗ്യാസസുമായിട്ട് മിക്സ് ചെയ്യും. കണ്ടൻസ് ചെയ്യുക, കൂൾ ചെയ്യുക, വീണ്ടും ബോയിൽ ചെയ്യുക. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുറേ പ്രാവശ്യം, വളരെ അധികം അനവധി പ്രാവശ്യം കഴിയുമ്പോൾ ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടാപ്പ് വെച്ച് കളക്ട് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളത്തിലെ കമ്പോണൻസിനെ നമ്മൾ നോക്കും. ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഒരു ഫ്ലാസ്കിൽ ബോയിലിംഗ് വാട്ടർ എടുത്തു. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ പടം. ഒരു ഫ്ലാസ്കിൽ ബോയിലിംഗ് വാട്ടർ എടുത്തു. എന്നിട്ട് ഇവാക്യുവേറ്റ് ചെയ്തു. ആ അപ്പാരറ്റസ് മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തു. കാരണം എയർ എന്ന് പറയുന്ന കണ്ടീഷൻ, ഓക്സിജൻ, ഫ്രീ ഓക്സിജൻ എന്ന് പറയുന്ന കണ്ടീഷൻ അന്നത്തെ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നില്ല. ലേറ്റർ ഒരു റൗണ്ടഡ് ഫ്ലാസ്കിലേക്ക് എന്ത് കൊടുത്തു? അന്നത്തെ മിക്സ്ചർ ഓഫ് ഗ്യാസസ് എന്തൊക്കെ ഉണ്ടായിരുന്നോ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലെ, പ്രിമിറ്റീവ് എർത്തിലെ ഗ്യാസസ് ഒക്കെ സപ്ലൈ ചെയ്തു. അതാണ് മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ അവിടെ നിന്ന് വരുന്നുണ്ട്, ഹൈഡ്രജൻ ഒക്കെ സപ്ലൈ ചെയ്തു. ദെൻ കണ്ടൻസറിൽ കൂടി കടത്തിവിട്ടു, കൂൾ ചെയ്തു. എന്നിട്ട് ഈ വാട്ടറിനെ വീണ്ടും ബോയിൽ ചെയ്തു. ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹൈ എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഈ പറയുന്ന മോളിക്യൂൾസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്ത് പുതിയ മോളിക്യൂൾസായിട്ട് മാറണം. അപ്പോൾ നമ്മൾ ഹൈ എനർജി പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹൈ വോൾട്ടേജിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് സിമുലേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലെ വോൾക്കാനിക് ഇറപ്ഷനൊക്കെ തരുന്ന എനർജി അതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആ വാട്ടർ വേപ്പറൊക്കെ 800 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുകയെന്ന്. അത്ര അധികം ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ റിസൾട്ടിങ് വാട്ടറിനെ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോ മോളിക്യൂൾസ് ഒക്കെ കാണാൻ പറ്റി. അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, സിമ്പിൾ ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ്, പിഗ്മെൻറ്റ്സ്, ഫാറ്റ്സ്, ഇതൊക്കെ ഉണ്ടായി ഈ പറയുന്ന പോലത്തെ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറയുന്നതൊക്കെ ബയോ മൈക്രോ മോളിക്യൂൾസ് അല്ലേ. അമിനോ ആസിഡ്സ്, നൈട്രജൻ ബേസസ്, ഫാറ്റ്സ്, സിമ്പിൾ ഷുഗേഴ്സ്, അതൊക്കെ ഏറ്റവും ബേസിക് കമ്പോണൻസ് ആണ്. മേജർ ബയോമോളിക്യൂൾസിൻ്റെ മോണോമേഴ്സ് ആണ്. ലേറ്റർ ഈ പറയുന്ന സബ്സ്റ്റൻസൊക്കെ ജോയിൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് മേജർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി, ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടായി. അത് ജോയിൻ ചെയ്ത് പുതിയൊരു ലൈഫ് ഫോം ഫസ്റ്റായിട്ട് ഉണ്ടായി വന്നു. ഇങ്ങനെയാണ് ലൈഫ് ആദ്യം ഒറിജിനേറ്റ് ചെയ്യുന്നത്.
first non-cellular forms of life originated about 3 billion years ago. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മെറ്റബോളിക് ക്യാപ്സ്യൂളായിരുന്നു, കണ്ടെയ്നിങ് മാക്രോമോളിക്യൂൾസ് ലൈക്ക് RNA, പ്രോട്ടീൻ, പോളിസാക്രൈഡ്സ് എക്സെട്ര. RNA, പ്രോട്ടീൻ, പോളിസാക്രൈഡ്സ് ഒക്കെ അടങ്ങിയ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ലൈഫാണ് ഫസ്റ്റ് ഉണ്ടായത്. ഒരു സെല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന മേജർ ബയോമോളിക്യൂൾസ് ഒക്കെയുള്ള ഒരു ക്യാപ്സുലാർ ഫോം, അത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്, എന്ന് വെച്ചാൽ സ്വന്തമായി ഡിവൈഡ് ചെയ്യുന്ന ഒരു മെറ്റബോളിക് ക്യാപ്സ്യൂളായിരുന്നു. അത് ലേറ്റർ പതുക്കെ ലിവിങ് സ്റ്റാറ്റസിലേക്ക് കടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള അവനവൻ്റെ മെക്കാനിസം ഒക്കെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ലിവിങ് സബ്സ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായി. അതിനാണ് സിംഗിൾ സെൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന സിംഗിൾ സെൽ സ്ട്രക്ചറൊക്കെ പല സയൻറ്റിസ്റ്റുകളും ഉണ്ടാക്കി ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ടുണ്ടായി. കോസർവേറ്റ്സ് എന്നൊക്കെ, സിഡ്നി ഫോക്സ് എന്നൊക്കെ പറഞ്ഞ സയൻറ്റിസ്റ്റ് ഇതേപോലത്തെ അറ്റ്മോസ്ഫിയർ കണ്ടീഷനൊക്കെ കൊടുത്തിട്ട് ആർട്ടിഫിഷ്യലി ലാബിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കോസർവേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട്. ഇതേപോലത്തെ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ്, ഇതാണ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്. അപ്പോൾ ഇങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെൻ്റ് എന്നുകൂടെ പറയാം. ആദ്യം ബോയിലിംഗ് വാട്ടർ, ഒരു റൗണ്ട് ഫ്ലാസ്കിൽ വാട്ടർ ബോയിൽ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതിനെ ഒരു വേറൊരു റൗണ്ടഡ് ഫ്ലാസ്കിലേക്ക് കടത്തി വിട്ടു. അവിടെ പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന കമ്പോണൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജനൊക്കെ പ്രൊവൈഡ് ചെയ്തു. അവിടെ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തു. അത് ഈ പറയുന്ന മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് വേറെ പുതിയ മോളിക്യൂൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ്. ലേറ്റർ ഇറ്റ് ഈസ് കണ്ടൻസ്ഡ് ആൻഡ് കൂൾഡ്. എന്നിട്ട് ഈ പ്രോസസ്സ് പിന്നെയും ഇത് ബോയിൽ ചെയ്തു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. കുറേ പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കല്ലേ. എന്നിട്ട് കുറേ പ്രാവശ്യങ്ങൾക്ക് ശേഷം ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന വാട്ടറിനെ ട്രാപ്പ് ചെയ്തു. എന്നിട്ട് അതിലെ കമ്പോണൻസ് നോക്കിയപ്പോൾ ഈ പറയുന്ന പോളിസാക്രൈഡ്സ് അല്ലെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ്, നൈട്രോജൻ ബേസസ്, ഫാറ്റ്സ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ബയോമോളിക്യൂൾസിനെ ഒബ്സർവ് ചെയ്തു. അപ്പോൾ മനസ്സിലായി, അങ്ങനെയാണ് ഈ പറഞ്ഞ കെമിക്കൽ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ കെമിക്കൽ എവല്യൂഷനെ എക്സ്പെരിമെൻ്റലി കെമിക്കൽ എവല്യൂഷൻ പറയുന്നത് അങ്ങനെയല്ലേ, അതായത് ഇനോർഗാനിക് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള നോൺ ലിവിങ് സബ്സ്റ്റൻസിൽ നിന്നാണ് ഫസ്റ്റ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാൻ വേണ്ട ഏറ്റവും ബേസിക് കമ്പോണൻസ് ആണ് ന്യൂക്ലിക് ആസിഡ്സ്, സിമ്പിൾ ഷുഗേഴ്സ്, ഫാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അത് എന്താണ് കാണിക്കുന്നത്? കെമിക്കൽ എവല്യൂഷൻ പറഞ്ഞ പോലെ തന്നെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. ലേറ്റർ ചില സയൻറ്റിസ്റ്റുകൾ ഇതുപോലെ ഫസ്റ്റ് ലിവിങ് ഫോം ഓഫ് സെല്ലുലാർ ഫോമിനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിന് പല പേരുകളൊക്കെ കൊടുത്തു. കോസർവേറ്റ്സ്, അങ്ങനെയൊക്കെ പല പേരുകൾ കൊടുത്ത് ഇതുപോലത്തെ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് തിയറീസ് ആൻഡ് പല തിയറികൾ പറഞ്ഞു. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, സ്പോണ്ടേനിയസ് ജനറേഷൻ, പാൻസ്പെർമിയ, എബയോജനസിസ്, ബയോജനസിസ്. അത് എബയോജനസിസ് എങ്ങനെ ഡിസ്കാർഡ് ചെയ്തു ലൂയി പാസ്റ്ററിൻ്റെ എക്സ്പെരിമെൻ്റ്, അതുപോലെ ബയോജനസിസ് ആണ് ശരി എന്ന് പറയുന്ന ആരൊക്കെ. ബയോജനസിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതായത് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിൽ പറയുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഈ സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അബയോജനസിസ് ഫസ്റ്റ് ബട്ട് ബയോജനസിസ് എവർ സിൻസ്. That is, first form of life originated abiogenetically from non-living inorganic and organic substances. But then onwards, all life forms arise by biogenesis. ആ ഫസ്റ്റ് ഫോമിൽ നിന്നാണ് പിന്നെ ഈ കാണുന്ന എല്ലാ ലിവിങ് ഓർഗാനിസംസും ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന എബയോജനസിസ് നടന്നിട്ടില്ല. അതാണ് എബയോജനസിസ് ഫസ്റ്റ് ബട്ട് ബയോജനസിസ് എവർ സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഉപയോഗിച്ച് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്ന പോലെ ആണ് എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ സിമ്പിൾ ഷുഗേഴ്സ്, ഫാറ്റ്സ്, അങ്ങനത്തെ നൈട്രോജൻ ബേസസ് ഒക്കെ കിട്ടി. സോ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഇസ് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ബൈ യൂറേ ആൻഡ് മില്ലർ. അത്രയുമാണ് നമുക്ക് അങ്ങനെ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോംസ് ഉണ്ടായി 3 billion years ago. It is self-replicating metabolic capsule containing major macromolecules like RNA, protein, polysaccharides, etc.
ഇത്രയുമാണ് ഇൻട്രൊഡക്ടറി ടോപ്പിക് ഓഫ് ഇവല്യൂഷൻ. ഓക്കെ.